വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും ഭാഷയാണ് ചിത്രങ്ങൾ. കലാകാരന്റെ ഹർഷങ്ങളും വിഷാദങ്ങളും ആകുലതകളും പിടച്ചിലുകളും ആവിഷ്കരിക്കുന്നതിനൊപ്പം സമൂഹത്തിന്റെ ചരിത്രവും പോരാട്ടങ്ങളും പ്രതിഷേധങ്ങളും വർണ്ണങ്ങളുടെ രൂപത്തിൽ അത് സംവദിക്കുന്നുണ്ട്. കാലത്തെയും ദേശത്തെയും ഛായങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തുകയെന്ന ചരിത്ര ദൗത്യമാണ് ഒരു ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്ന സ്വപ്ന പദ്ധതി. ചിത്രഗ്രാമം എന്നത് ലളിതമായ ഒരു സങ്കല്പമല്ല. ഒരു നാടും ജനതയും കടന്നുവന്ന സംസ്കാരവും അവരുടെ ജീവിതവും പോരാട്ടങ്ങളും അതിജീവനവും ശക്തമായി പ്രതിഫലിപ്പിക്കാൻ കലയുടെ ഏറ്റവും ലളിതവും തീവ്രവുമായ ഭാഷയായ ചിത്രങ്ങൾക്ക് സാധിക്കുമെന്ന് കണ്ടെത്തിയ ഗാന്ധിജിയിലാണ് ചിത്രഗ്രാമം എന്ന ആശയം വേരുകൾ പടർത്തി നിൽക്കുന്നത്. ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ നാളുകളിൽ ചിത്രത്തെയും ചിത്രകലയെയും സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ സർഗാത്മകമായ ആലോചനകളിൽ നിന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീണ ആർട്ട് ഗാലറി കതിരൂരിൽ രൂപം കൊള്ളുന്നത്. പുതിയ ഒരു ചിത്ര സംസ്കാരമുള്ള ഒരു നാടിനെ വാർത്തെടുക്കുക എന്നതായിരുന്നു ആർട്ട് ഗാലറിയുടെയും ഗാലറിക്ക് പിന്നിൽ അണിനിരന്നിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെയും ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് കഴിഞ്ഞ കുറേ കാലമായി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന വിവിധ പ്രവർത്തനങ്ങളിൽ ആർട്ടിസ്റ്റ് ക്യാമ്പുകൾ മാത്രമല്ല, ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഓരോ പ്രവർത്തനങ്ങളിലും ചിത്രവും ചിത്രകാരന്മാരും അതിലൂടെ അടയാളപ്പെടുത്തുന്ന ഒട്ടേറെ കാര്യങ്ങളും ഉൾച്ചേർക്കുവാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 100ഓളം ചിത്രകാരന്മാർ ചേർന്ന് ഗ്രാമത്തിലെ എല്ലാ സ്ഥാപനങ്ങളിലും ചിത്രങ്ങൾ വരച്ചു ചേർത്തു. പ്രസക്തവും പുരോഗമനപരവുമായ നൂതനാശയങ്ങൾ ചുമർ ചിത്രങ്ങളുടെ രൂപത്തിൽ നാടിൻ്റെ മുഖചിത്രമായി. ഭാരതത്തിൻ്റെ ഏത് പ്രദേശത്താവട്ടെ, അവരുടെ ജീവിതത്തിൻ്റെ ഏത് തരത്തിലുള്ള ജനങ്ങളുടെയും ജീവിതത്തിൻ്റെ ആന്തരികോർജ്ജമായിട്ട് കല, ഏതെങ്കിലും ഒരു വിധത്തിലുള്ള കല പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നാം സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുക. കലയിൽ രമിക്കുകയും ജീവിതത്തിൻ്റെ പ്രാരബ്ധങ്ങളെ മറക്കുകയും ചെയ്യുന്ന ഒരു രീതി, പുതിയ ജീവിതത്തിലേക്ക് കലയുടെ ഊർജ്ജത്തോടെ മുന്നേറുക എന്നൊരു രീതി ഭാരതത്തിലെങ്ങും കണ്ടുവരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒരു ഗ്രാമത്തിനെ തിരിച്ചറിയാൻ ആ ഗ്രാമത്തിൻ്റെ കലാസൃഷ്ടികളാണ് ഏറ്റവും മുന്നിൽ നിൽക്കുക. അതുകൊണ്ട് ടൂറിസത്തിൻ്റെ വലിയൊരു അട്രാക്ഷനാണ് ഇന്നത്തെ കാലത്ത് കലാസൃഷ്ടികളെ സൂക്ഷിപ്പുള്ള സ്ഥലങ്ങൾ. ഒരു ആർട്ട് ഗാലറിയുടെ പ്രസക്തിയും അതുതന്നെ. ഒരു കലാരൂപത്തെ നാടിൻ്റെ പുരോഗമന പ്രവർത്തനങ്ങളുടെ നൂതനാശയങ്ങളുമായി വിളക്കിച്ചേർത്ത് നയിക്കാൻ ഭരണസമിതിക്ക് സാധിക്കുന്നു എന്നതാണ് വിസ്മയകരം. അങ്ങനെ ഇവിടെ ഈ ഗ്രാമത്തിൻ്റെ ഭൗതിക പുരോഗതികളിൽ ഒരു കലാരൂപം നിർണായക സ്വാധീനമായി തീരുന്നു. അതോടൊപ്പം കേരളം കണ്ട ഏറ്റവും ജനകീയനായ നവോത്ഥാന കവിയുടെ 150ാം ജന്മവാർഷികം ചിത്രകലാ ക്യാമ്പിലൂടെ ആഘോഷിച്ചുകൊണ്ട് സാംസ്കാരിക ദൗത്യം നിറവേറ്റുകയും ചെയ്യുന്നു. തലശ്ശേരി ഹെറിറ്റേജ് ടൂറിസം പദ്ധതിയുടെ അനുബന്ധമായി വിനോദസഞ്ചാര മേഖലയിലും ചിത്രകലയുടെ അനന്ത സാധ്യതകളെ കതിരൂർ തുറന്നുവെക്കുന്നു. കതിരൂർ സൂര്യനാരായണ ക്ഷേത്രത്തിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആലേഖനം ചെയ്യപ്പെടുന്ന ചുമർ ചിത്രങ്ങൾ പൂർത്തിയാകുന്നതോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചുമർ ചിത്രം എന്ന റെക്കോർഡിലേക്ക് ഈ ചിത്രഗ്രാമം സ്ഥാനം നേടും. പൂർണ്ണമായും കേരളീയ പാരമ്പര്യ ചിത്രകലാ സമ്പ്രദായത്തിൽ ആലേഖനം ചെയ്യുന്ന ഈ ചിത്രങ്ങൾ സംസ്ഥാന ടൂറിസം മാപ്പിൽ ഇടം പിടിക്കുന്നതോടെ കലാ അന്വേഷികൾക്ക് പുതിയൊരു ലക്ഷ്യസ്ഥാനം കൂടിയാകും. മനുഷ്യ സംസ്കൃതി ആർജിച്ചെടുത്ത സാംസ്കാരികമായ സൂക്ഷ്മതകളുടെ വ്യാപ്തി നിർണയിക്കുന്നത് ആ നാട്ടിലെ കലയിലൂടെയാണ്. കലയിൽ നിക്ഷേപിക്കുക എന്നത് കാലത്തിൽ അടയാളപ്പെടുത്തുക എന്നത് തന്നെയാണ്. ആ അർത്ഥത്തിൽ കതിരൂർ പഞ്ചായത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് സാംസ്കാരികമായ ദൗത്യം മാത്രമല്ല, ചരിത്രപരമായ ഒരു കടമ കൂടിയാണ്.